ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിച്ചണിൽ മുട്ടനൊരു അടി നടന്നു. അടി നടക്കാനുള്ള കാരണം ഭക്ഷണം വിളമ്പുന്ന സമയത്ത് സംഭവിച്ച ഒരു സംഭവം തന്നെയാണ്. അനുമോളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും. ഭക്ഷണം റെഡി ആയതിനു ശേഷം എല്ലാവരോടും കഴിക്കാൻ വരാനായിട്ട് പറയുന്നു. എന്നിട്ട് വിളമ്പാൻ ആരംഭിച്ചു. സാബുമാനാണ് കുറച്ച് ചോറ് അധികം ചെറുപയറും വേണം. പിന്നെ പുള്ളി തേങ്ങ കറിക്ക് വേണ്ടി ചിരകി കൊടുത്തു. അതുകൊണ്ട് തന്നെ സാബുമാന് അധികം കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട് ആദിലയ്ക്ക് കാലിളകി. ഇന്നലെ മുതൽ ഈ വിഷയത്തെ ചൊല്ലി ആദില അനുവിനോട് കലിപ്പിലാണ്. അനു കുറച്ച് കറി മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി കറി എല്ലാവർക്കും വിളമ്പി. അത് ആദിലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കറി മൊത്തം എല്ലാവർക്കും വിളമ്പി കൊടുക്കണം എന്ന വാശിയിലാണ് ഷാനവാസും ആദിലയും. ഇതിൽ ഷാനവാസിന് അനുവിനോടുള്ള ദേഷ്യം എന്തെന്ന് വെച്ചാൽ, അനുവിനോട് ഷാനവാസ് പറഞ്ഞിരുന്നു പുള്ളിക്കുള്ള മുട്ട പുള്ളി പൊരിച്ചോളാം എന്ന്. അനുമോൾ സമ്മതിച്ചില്ല. ആ ഒരു ദേഷ്യം ഷാനവാസിനുണ്ട്. ആദില കിച്ചണിൽ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, സകല ഉടായ്പ നടത്തി ഒഴിഞ്ഞു മാറി നടക്കും. സാവുമാനാണ് തേങ്ങ ചിരകി കൊടുത്തത്. ഒത്തിരി സമയം എടുത്തിട്ടാണ് ആദിലയും ഈ പറയുന്ന സാവുമാനോട് തേങ്ങ ചിരകി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അനീഷാണ് അനുമോളെ കിച്ചണിൽ സഹായിച്ചുകൊണ്ടിരുന്നത്. അവസാനം വഴക്ക് കൂടിയപ്പോൾ അനുമോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം വീണ്ടും വന്ന അനുമോൾ വിളമ്പി. അനുവും ആദിലയും തമ്മിൽ പാത്രത്തിന് വേണ്ടി പിടിവലിയായി. അവിടെ അതില പറയാൻ പാടില്ലാത്തതുമായ പല കാര്യങ്ങളും അനുമോളെ പറഞ്ഞു. അനുമോൾ അവൾക്കുള്ള ഭക്ഷണവുമായി കഴിക്കാനായിരുന്നു. അവിടേക്ക് നൂറയും ആദിലയും വീണ്ടും അനുമോളെ ചൊറിഞ്ഞു. അനുമോൾ അവിടെ നിന്നും മാറിപ്പോയിരുന്നു. ഭക്ഷണം കഴിച്ചു. അനീഷ് പോയി ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ചേട്ടാ ചോറ് കുറച്ച് മിച്ചം വന്നു, അതാരെങ്കിലും കഴിക്കും. അപ്പോഴവർക്ക് കറി വേണ്ടേ? പച്ചച്ചോറ് കഴിക്കാൻ പറ്റുമോ? ആ ചോദ്യം ശരിയാണ്. അനു ചിന്തിച്ചത് ശരിയാണ്. പക്ഷേ മറ്റു കുടുംബാംഗങ്ങൾക്ക് കറി കൂടുതൽ വേണം. ആ ഒരു വിഷയമാണ് ഇവിടെ വിഷയമുണ്ടാകാനുള്ള എല്ലാ കാരണവും. ഒരു കണക്ക് പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട്. അനുമോൾ ഒരു കാരണവശാൽ ഈ കിച്ചണിൽ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകരുത്. നന്ദിയില്ലാത്തവരാണ്. പിന്നെ ഈ ആദിലയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അതൊരിക്കലും അനുവിന് ഗുണം ചെയ്യില്ല. നൂറ ആദില കൂട്ടുകെട്ട് ഉപേക്ഷിക്കുന്നതാണ് ഈ അനുമോൾക്ക് നല്ലത്. അനീഷ് ഈ പറയുന്ന അനുമോളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, സാവുമോന് കറക്റ്റായിട്ടുള്ള കറിയൊക്കെ കൊടുത്തല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ വിഷയം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അനുമോക്ക് സപ്പോർട്ടായിട്ട് ഈ പറയുന്ന അനീഷ് എത്തി ഈനാം പച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട എന്ന രീതിയിലൊക്കെ അവർ പറഞ്ഞതിനെ വിഷയത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അനുമോൾ ആദിലയോടൊന്നും മിണ്ടാതെ അടക്കുകയാണ്. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കരുത്.